അർജുനൻ യുദ്ധം ചെയ്യരുതെന്ന് പറയാൻ ഒരുപാട് ന്യായങ്ങൾ നിരത്തുന്നുണ്ടായിരുന്നു, വളരെ ലോജിക്കലായിട്ടുള്ള വാദങ്ങൾ. പക്ഷെ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ യുക്തിയുടെ എല്ലാം അണക്കെട്ട് പൊട്ടി വികാരങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ ശ്ലോകം തുടങ്ങുന്നത് തന്നെ അഹോബധ എന്ന 2 വാക്കുകൾ വെച്ചാണ്. ഇതിന് കൃത്യമായ ഒരു മലയാളം തർജ്ജമ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ്. കാരണം അതൊരു വാദമല്ല, അതൊരു നിലവിളിയാണ്. സഹിക്കാൻ പറ്റാത്ത ദുഃഖം, ഖേദം, നിരാശ ഇതെല്ലാം കൂടിച്ചേർന്നൊരു ശബ്ദം. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ന്യായങ്ങളെല്ലാം കൂടി അയാളുടെ നെഞ്ചിൽ വന്ന് പതിച്ചപ്പോഴുണ്ടായൊരു പൊട്ടിത്തെറിയാണ് ഈ അഹോബധ. അപ്പോ ഇതൊരു മഹാപാപമാണ് എന്ന തിരിച്ചറിവിലേക്ക് അർജുനൻ എത്തുകയാണല്ലോ. നമുക്ക് ഈ തിരിച്ചറിവിനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഒരു ഡിറ്റക്റ്റീവ് ഒരു കേസ് അന്വേഷിക്കുന്നത് പോലെ ഈ തിരിച്ചറിവിലെ ഓരോ ഭാഗവും നമുക്കൊന്ന് കീറി മുറിച്ചു നോക്കാം. അതിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. അതിലാദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിലവിളി തന്നെ, അഹോ ബത എന്ന ആ ഒരു വേദന. രണ്ടാമത്തത്, അദ്ദേഹം ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തെ വെറുമൊരു തെറ്റെന്നോ അബദ്ധമെന്നോ അല്ല വിശേഷിപ്പിക്കുന്നത്, മഹത് പാപം എന്നാണ് പറയുന്നത്. അതായത് വളരെ വലുത്, അതിഭീകരമായ ഒരു പാപം. ആ വാക്കിന്റെ ഭാരമൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനി 3ാമത്തെ ഘടകം, ഒരുപക്ഷേ ഈ തിരിച്ചറിവിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഭാഗം ഇതായിരിക്കും. എന്തുകൊണ്ടാണ് തങ്ങൾ ഈ മഹാപാപം ചെയ്യാൻ പോകുന്നത്? അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അതാണ് അടുത്തത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. വാക്കുകളിലെ ആ ഒരു മാറ്റം ശ്രദ്ധിച്ചോ? ഇതുവരെ അർജുനൻ പറഞ്ഞിരുന്നത് എന്റെ അവയവങ്ങൾ തളരുന്നു, എന്റെ മനസ്സ് വേദനിക്കുന്നു എന്നൊക്കെയാണ്. അതായത് ഞാൻ, എന്റേത് എന്നൊക്കെ. പക്ഷേ ഈ ശ്ലോകത്തിൽ അത് നമ്മൾ എന്നായി മാറുന്നു. നമ്മൾ പാപം ചെയ്യാൻ പോകുന്നു, നമ്മൾ തയ്യാറായിരിക്കുന്നു. ഈ കുറ്റബോധത്തിൽ അർജുനൻ തന്റെ സഹോദരന്മാരെയും കൂടെ ചേർക്കുകയാണ്. ഇതൊരു കൂട്ടായ പാപമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. അത്യാഗ്രഹത്തിന്റെ കാരണം എന്താണെന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. രാജ്യസുഖ ലോഭേന എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. രാജ്യം, അതാണ് സമ്മാനം. സുഖം, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം. ലോഭേന, അത് കാരണമുള്ള അത്യാഗ്രഹം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരു രാജ്യവും അതിലെ സുഖങ്ങളും കിട്ടാനുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പാപം ചെയ്യുന്നത് എന്ന് അയാൾ സ്വയം സമ്മതിക്കുകയാണ്. ഓരോ വാക്കും ഓരോ കുറ്റസമ്മതമാണ്. ഇവിടെയാണ് ശരിക്കും ആ തിരിച്ചറിവിന്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അർജുനൻ തന്റെ എതിരാളികളായ കൗരവരെ പറ്റി പറഞ്ഞിരുന്നത് അവർ ലോഭം അഥവാ അത്യാഗ്രഹം കൊണ്ട് അന്ധരായിരിക്കുന്നു എന്നാണ്. ഇപ്പൊ നോക്കൂ, അതേ വാക്ക്, അതേ കുറ്റാരോപണം അയാൾ തനിക്ക് നേരെയും തന്റെ പക്ഷത്തുള്ളവർക്ക് നേരെയും ഉപയോഗിക്കുകയാണ്. ശത്രുവിൽ കണ്ട അതേ കുറ്റം ഇപ്പോൾ തന്നിലും കാണുന്നു. ഇതിനേക്കാൾ വലിയൊരു സത്യസന്ധതയുണ്ടോ? ശരി, അപ്പോൾ നമ്മൾ കണ്ട ഈ 3 കാര്യങ്ങളും, ആ നിലവിളി, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, പിന്നെ അത്യാഗ്രഹമാണ് കാരണമെന്ന തിരിച്ചറിവ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഭയാനകമായ സത്യം പൂർണ്ണമായി വെളിപ്പെടുന്നത്. അതൊരു ദുരന്തപൂർണമായ തിരിച്ചറിവാണ്. അതായത് ലക്ഷ്യവും മാർഗവും തമ്മിലുള്ളൊരു പൊരുത്തക്കേട്. ഒന്നാലോചിച്ചു നോക്കൂ, അവർ പോരാടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു രാജ്യത്തിലെ സുഖങ്ങൾക്കു വേണ്ടി. അതാണ് ലക്ഷ്യം. പക്ഷെ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന മാർഗമോ സ്വന്തം ബന്ധുക്കളെ കൊല്ലുക എന്ന മഹാപാപം. ഇവിടെയാണ് ആ വിരോധാഭാസം. ഏത് സുഖത്തിനു വേണ്ടിയാണോ ഇത്ര വലിയൊരു പാപം ചെയ്യുന്നത്, ആ പാപം കാരണം കിട്ടാൻ പോകുന്ന സുഖത്തിന് ഒരു വിലയുമില്ലാതാവുന്നു. ആ ലക്ഷ്യം തന്നെ വിഷമയമായി മാറുന്നു, അല്ലേ? ഓക്കേ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപ് ഒരു യുദ്ധക്കളത്തിൽ നടന്ന കാര്യമല്ലേ? ഒരു യോദ്ധാവിന്റെ ആത്മസംഘർഷണത്തിന് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സത്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ ചോദ്യം കാലത്തെ അതിജീവിക്കുന്ന ഒന്നാണ്. ഈ ഒരു ശ്ലോകം ഗീതയിലെ 1-ാം അധ്യായത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം. അതുവരെ അർജുനൻ യുദ്ധത്തിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് വന്നതോടെ ആ വാദങ്ങളെല്ലാം നിന്നു. വികാരങ്ങൾ അയാളെ കീഴ്പ്പെടുത്തി. ഈ ഒരു സ്വയം വിമർശനത്തിനു ശേഷമാണ് അർജുനൻ തന്റെ വില്ലും അമ്പും താഴെ വെച്ച് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തേരിൽ തളർന്നിരിക്കുന്നത്. ആ ഒരു കീഴടങ്ങലിന് തൊട്ടു മുൻപുള്ള നിമിഷമാണിത്. അപ്പോ ഈ 3000 വർഷം പഴക്കമുള്ള കഥയിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാനാകും? ഒരു പക്ഷേ സ്വയം തിരിച്ചറിയാനുള്ളൊരു വഴി ഇതിലുണ്ട്. ഒന്നാമതായി, നമ്മുടെ പ്രവൃത്തികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് സത്യസന്ധമായി ഒന്ന് പരിശോധിക്കാം. രണ്ടാമതായി, നമ്മൾ കാണുന്ന സത്യം അതെത്ര അപ്രിയമാണെങ്കിലും അതിനെ അംഗീകരിക്കുക, അർജുനൻ തന്നിലെ അത്യാഗ്രഹം തിരിച്ചറിഞ്ഞതുപോലെ. മൂന്നാമതായി, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഞാൻ മാത്രമല്ല, നമ്മളും ഇതിൽ പങ്കാളികളാണെന്ന് മനസ്സിലാക്കുക.
അങ്ങനെ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ നമ്മളെ ശരിയായ മാറ്റത്തിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ ഈ ചെറിയ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. അർജുനൻ ആ യുദ്ധകളത്തിൽ വെച്ച് സ്വയം ചോദിച്ച അതേ ചോദ്യം. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രചോദനം എന്താണ്? നമ്മൾ പറയുന്ന കാരണങ്ങൾക്കപ്പുറം ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കാരണം എന്താണ്? അർജുനൻ തന്റെ ഉള്ളിലെ അത്യാഗ്രഹത്തെയാണ് കണ്ടത്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.